ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലത്തിൻ്റെ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനത്തെയും കുറിച്ച് തീവ്രമായിട്ട് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്ന ദിവസങ്ങളിലേക്കൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. എന്താണ് വീണ്ടെടുപ്പ്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമയാണ്. രണ്ടാമത്തേത് കാണാതായ നാണയത്തിൻ്റെതും മൂന്നാമത്തേത് ധൂർത്തപുത്രൻ്റെ ഉപമയുമാണ്. ഇവയിൽ 2 ഉപമകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 ഉപമകൾ പുറത്ത് കളഞ്ഞുപോയ ഒരു വീടിൻ്റെ പുറത്ത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് പറയുന്ന ഉപമകളാണ്. എന്നാൽ നാണയത്തിൻ്റെ ഉപമ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ്. എന്താണ് യേശുനാഥൻ ഈ ഉപമകളിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ നാണയത്തിൻ്റെ ഉപമ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയത് നമ്മളോട് പറയുന്നുണ്ട്. വീടിനകത്ത് നഷ്ടപ്പെട്ടു പോവുക. എന്താണ് ഈ വീടിനകത്ത് നഷ്ടപ്പെട്ടു പോവുക? ഇതിലൂടെ യേശുനാഥൻ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയ സഹോദരരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വീടിനകത്ത് സുരക്ഷിതരായിരിക്കും. മാതാപിതാക്കൾ പലപ്പോഴും കുഞ്ഞുമക്കളോട് പറയുക, നിങ്ങളെപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക, പുറത്തു പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നോർക്കുക, വീടിനകത്തും നമുക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഈ തപസ് കാലത്ത് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം. കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല ബന്ധങ്ങളിൽ പല നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് ഈ തപസ് കാലം നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനും ആത്മപരിശോധന ചെയ്യുവാനും, അതുപോലെ ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുത്തുകൊണ്ട് ഉദിതനായ ആ ദൈവത്തെ കാണുവാനും സ്വീകരിക്കുവാനുമായിട്ട് ഈ തപസ് കാലം നമുക്ക് വിനിയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.